ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ അവസാനത്തെ പാഠമായ ജന്തുജാലങ്ങൾ എന്ന പാഠമാണ്. അപ്പോൾ ഈ ഒരു പാഠം തുടങ്ങുന്നത് എങ്ങനെയാണ്? നിറയെ മാങ്ങയുള്ളൊരു മാവിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ടാണ് അല്ലേ. ആ മാവിൻ്റെ ചുറ്റും എന്താണ്, കുട്ടികളുമുണ്ട്. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്? മാങ്ങ പെറുക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അതിൽ നിന്നൊരു മാങ്ങ എടുത്തിട്ട് പറയാണ്, ഈ മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത്? അപ്പോൾ മാങ്ങ നോക്കിയപ്പോൾ എന്താണ്, മാമ്പഴത്തിനുള്ള പുഴുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, ഇതിനകത്ത് ഈ പുഴു എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? അപ്പോൾ എങ്ങനെയായിരിക്കും മാമ്പഴത്തിനുള്ള പുഴു എത്തിയിട്ടുണ്ടാവുക? മാങ്ങയുടെ ഉള്ളിലേക്ക് ഈച്ചകൾ അവയുടെ സൂചി പോലുള്ള മുന കൊണ്ട് കുത്തി അവയുടെ മുട്ടകൾ നിക്ഷേപിക്കുന്നു. മാങ്ങ പാകമാകുന്നതോടെ ഈ മുട്ടകൾ വിരിഞ്ഞ് അവയുടെ ലാർവകൾ മാംസളമായ ഭാഗം ഭക്ഷിച്ചു വളരുന്നു. അപ്പോൾ എങ്ങനെയാണ് പുഴു മാങ്ങക്കകത്ത് എത്തിയിട്ടുണ്ടാവുക? ഈ മാങ്ങയുടെ ചുറ്റും എന്താണ്, ഈച്ചകൾ നടക്കും. അപ്പോൾ ഈ ഈച്ച എന്താണ്, അതിൻ്റെ ആ സൂചി പോലുള്ള മുന കൊണ്ട് എന്താണ്, മാങ്ങയുടെ മുകളിൽ കുത്തിയിട്ട് അതിൻ്റെ ആ ഈച്ചകളുടെ മുട്ട എന്താണ്, ആ മാങ്ങയിൽ നിക്ഷേപിക്കും. അങ്ങനെ മാങ്ങ പഴുക്കുമ്പോൾ എന്താണ്, ഈ മുട്ട വിരിഞ്ഞ് എന്താണ്, ലാർവകളാകും. എന്നിട്ട് ആ ലാർവകൾ എന്താണ്, ആ മാങ്ങയുടെ മാംസം കഴിച്ചിട്ട് മാംസളമായ ഭാഗം കഴിച്ച് അതും വളരും. അങ്ങനെയാണ് മാങ്ങയിൽ പുഴുണ്ടാവുന്നത്. പഴങ്ങളിൽ മാത്രമാണോ പുഴുക്കളുള്ളത്? അപ്പോൾ എന്താ, പഴങ്ങളിൽ മാത്രമല്ല പുഴുക്കളുള്ളത്, പച്ചക്കറികളിലുണ്ടാവും. അതുപോലെ തന്നെ ഇലകളുടെ മുകളിലൊക്കെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ കുത്തുകൾ കാണാൻ പറ്റും, അത് പുഴു കുത്തിയതാണ്. ഇനി നിങ്ങളുടെ പരിസരത്ത് പലതരം പുഴുക്കൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് ഇവ ഉണ്ടാകുന്നത്? അപ്പോൾ ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അതായത് പലതരത്തിൽ പുഴുക്കളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ്. ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. ചിത്രം നിരീക്ഷിക്കൂ, കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാണ് പലതരത്തിലുള്ള പുഴുക്കൾ ഉണ്ടാകുന്നത്? ഈ പലതരത്തിലുള്ള പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പുഴുക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, പൂമ്പാറ്റ. അപ്പോൾ പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞാൽ ഉണ്ടാവുന്ന പുഴുവിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈച്ചയുടെ മുട്ട വിരിഞ്ഞാൽ ഉണ്ടാവുന്ന പുഴുവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിൻ്റെ മുട്ട വിരിഞ്ഞാൽ ഉണ്ടാവുന്ന പുഴുവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞാൽ ഉണ്ടാകുന്ന പുഴുവിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്, ഓരോ പ്രാണികളുടെയും മുട്ട വിരിഞ്ഞാൽ പലതരത്തിലുള്ള പുഴുക്കളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റും വ്യത്യസ്ത തരത്തിലുള്ള പുഴുക്കൾ കാണുന്നത്. ഇനി മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതും. വേറെ ഏതിനൊക്കെയാണ് ഇതേപോലെ മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾ? കടന്നലുണ്ട്, ഉറുമ്പുണ്ട്, മിന്നാമിനുങ്ങുണ്ട്. ഇനി അടുത്തത് ചിത്രം നിരീക്ഷിക്കുക. അപ്പോൾ ഒരു ചിത്രം കൊടുത്തിട്ട് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തിൻ്റെ ചിത്രമാണ്? ആൻ ലയൺ ലേസ്വിങ്ങിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുട്ട, ആ മുട്ടയിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്, ലാർവ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ആൻ ലയൺ ലേസ്വിങ് എന്ന ഈ പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. കുഴിയാന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ മുറ്റത്തൊക്കെ ഒരു ഫണലിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ മണ്ണിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ മുതിർന്നവരൊക്കെ പറയും, ആദ്യത്തെ മണ്ണ് മാറ്റി നോക്കി നമുക്ക് കുഴിയാന കിട്ടുന്നു. അപ്പോൾ ആ കുഴിയാന എന്ന് പറഞ്ഞാൽ ആൻ ലയൺ ലേസ്വിങ് എന്ന ജീവിയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവയാണ് ആ കുഴിയാന എന്ന് പറഞ്ഞാൽ. പിന്നെ ആ ലാർവ എന്താണ്, പ്യൂപ്പായിട്ട് മാറും. പിന്നെ പ്യൂപ്പയിൽ നിന്ന് അത് എന്താണ്, ആ ജീവിയായിട്ട് മാറും. ആൻ ലയൺ ലേസ്വിങ് എന്ന ജീവിയായിട്ട് മാറും. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? കുഴിയാനയ്ക്ക് പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അപ്പം ഈ കുഴിയാനയ്ക്ക് എന്താണ്, കുഴിയാനയുടെ മാതൃജീവി എന്ന് പറഞ്ഞാൽ ആൻ ലയൺ ലേസ്വിങ് ആണ്. അതിൻ്റെ മുട്ട വിരിഞ്ഞിട്ടാണ് ലാർവയായിട്ടുള്ള കുഴിയാന ഉണ്ടാവുന്നത്. അപ്പോൾ ആ കുഴിയാനും മാതൃജീവിയും തമ്മിൽ എന്താണ്, യാതൊരു സാദൃശ്യമില്ല. എന്നാൽ എന്താണ്, ലാർവയിൽ നിന്ന് പിന്നെ പ്യൂപ്പയായിട്ട് മാറും. പ്യൂപ്പയിൽ നിന്ന് പിന്നെ എന്താണ്, അത് മാതൃജീവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ എന്താണ്, അത് ആൻ ലയൺ ലേസ്വിങ് ആയിട്ട് മാറുന്നുണ്ട്, ആ മാതൃജീവിയായിട്ട് മാറുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് അവിടെ എന്താണ്, കുഴിയാനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആൻ ലയൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. പൂഴി മണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികൾ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. അപ്പോൾ കുഴിയാനയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് പോലത്തെ ചെറുജീവികളാണ്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. ഈ പ്യൂപ്പയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടാണ് ഈ ആൻ ലയൺ ലേസ്വിങ് എന്ന ജീവിയായിട്ട് ഇത് മാറുന്നത്. അപ്പോൾ ഇതുവരെ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക് രൂപാന്തരണം.
ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെ രൂപാന്തരണം എന്ന് പറയുന്നു. അപ്പം മുകളിൽ പറഞ്ഞിട്ടുള്ള ആൻഡ് ലേസ്വിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രാണി എന്താണ്, ഈ രൂപാന്തരണത്തിനുള്ളൊരു ഉദാഹരണമാണ്. അപ്പോൾ രൂപാന്തരണം എന്ന് പറഞ്ഞാൽ എന്താണ്, മാതൃജീവിയുടെ എന്താണ് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാവില്ല. എന്നാൽ വ്യത്യസ്ത വളർച്ചാ കാലഘട്ടത്തിലൂടെ അത് കടന്നു പോയി കഴിഞ്ഞാൽ അതെന്താണ് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറും. അതാണ് രൂപാന്തരണം എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിൽ വളർച്ചാ ഘട്ടങ്ങളുള്ള മറ്റേതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? അപ്പോൾ ഇനി മറ്റൊരു ഉദാഹരണമാണ് പറയാൻ പോകുന്നത്. പാറ്റയുടെ ജീവിതചക്രം നിരീക്ഷിക്കൂ. അപ്പോൾ എന്താണ്, ഇവിടെ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റ, ആ പാറ്റയിൽ നിന്നുണ്ടായിട്ടുള്ള മുട്ടയിൽ നിന്നുണ്ടായിട്ടുള്ള നിംഫ് എന്ന് പറഞ്ഞാൽ പാറ്റക്കുഞ്ഞ്. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് പറയാൻ പറ്റും പാറ്റക്കുഞ്ഞിനും അതേപോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയും ഒരുപോലെയല്ല, വ്യത്യാസങ്ങളുണ്ട്. നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. അപ്പോൾ പാറ്റക്കുഞ്ഞിനെ എന്താണ് നിംഫ് എന്നാണ് വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ എന്താണ് പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറംചട്ട പൊളിച്ചു കളയുന്നു. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ഭക്ഷിക്കുന്നു. അതായത് ഇപ്പോൾ ഈ പുഴുക്കൾ എന്താണ് ഇലകളും സസ്യങ്ങളിലെ പല ഭാഗങ്ങളും ഭക്ഷിക്കുന്നുണ്ട്. ഇലകളൊക്കെ നശിപ്പിക്കുന്നുണ്ട്, ഭക്ഷിച്ചിട്ട് നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമൂലം എന്താണ് ഒരുപാട് തരത്തിലുള്ള കൃഷി നഷ്ടം സംഭവിക്കുന്നുണ്ട്, കാർഷിക വിളകളൊക്കെ അങ്ങനെ കഴിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിൽ ചേച്ചി എന്താണ് പറയുന്നത്, ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറക്കാം. അപ്പോൾ ചിത്രത്തിൽ എന്താണ് ഒരു ചെടി, ആ ചെടിയുടെ മുകളിൽ നിറയെ പുഴുക്കളുണ്ട്. അപ്പോൾ ആ ചെടിയുടെ ഇലയിൽ എന്താണ് ആ പുഴു നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ആ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ചെണ്ടുമല്ലി വളർത്തി കഴിഞ്ഞാൽ എന്താണ് ഈ അണുബാധ, ഈ കീടബാധ ഉദ്ദേശിക്കുന്നത് പുഴുക്കുത്ത്, അതിനെന്താണ് നമുക്ക് കുറക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെണ്ടുമല്ലി വളർത്താൻ പറഞ്ഞത് എന്നാണ് നോക്കാൻ പോകുന്നത്. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ അകറ്റും. അതായത് ഈ ചെണ്ടുമല്ലി എന്താണ് ഒരു രാസവസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതെന്താണ് ഈ പലതരത്തിലുള്ള കീടങ്ങളെയും അകറ്റും. അപ്പം അതുകൊണ്ടാണ് അത് അവിടെ വളർത്താൻ പറഞ്ഞത്. ഇതുപോലെ മറ്റെന്തെല്ലാം മാർഗങ്ങൾ ഉണ്ട്? ഒന്ന് വെളുത്തുള്ളി കഷായം, പിന്നെ മറ്റൊന്ന് പുകയില കഷായം. ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്താണ് ഒരു പരിധിവരെ കീടബാധ ഒഴിവാക്കാം. കാർഷിക വിളക്ക് ഉപദ്രവം ചെയ്യുന്ന കീടങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അവിടെ എന്താണ് തണ്ടുതുരപ്പൻ പുഴു എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ എന്താണ് ഇലച്ചുരുട്ടിപ്പുഴു, പിന്നെ കൊമ്പൻ ചില്ലി. ഇനി നിങ്ങൾക്ക് അറിയുന്നത് കൂടുതൽ ആഡ് ചെയ്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രം നോക്കാം. അപ്പോൾ ചില സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ട്? ഏലക്കുണ്ട്, കുരുമുളകുണ്ട്, ഗ്രാമ്പുണ്ട്, കറുവപ്പട്ടുണ്ട്. ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. ഇതെന്തായിരിക്കും? ധാന്യങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ മണം കേട്ടിട്ട് മണം കാരണം എന്താണ് അത് കേടുവരില്ല. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. അപ്പോൾ ആ മണത്തിനുള്ള കാരണം അവയിലുണ്ടാകുന്ന രാസവസ്തുക്കളാണ്. ഇനി പുഴുക്കൾ ഉപദ്രവകാരികളാണോ? അപ്പോൾ അവ പറയുന്നത് നോക്കുക. അപ്പോൾ ഇത്ര നേരം നമ്മൾ നോക്കിയത് എന്താണ്, പുഴുക്കൾ എന്താണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കർഷകർക്കും മറ്റും. അപ്പം അതിനെ എങ്ങനെ ഒഴിവാക്കാം അതൊക്കെ നോക്കി. ഇനി ഈ പുഴുക്കൾ നമുക്ക് ബുദ്ധിമുട്ട് മാത്രമല്ല ചെയ്യുന്നത്, ഉപകാരവും ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പം പുഴു തന്നെ അവിടെ പറയുന്നുണ്ട് പുഴുവിനെ കുറിച്ചിട്ട്. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്? ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്, ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുഴുവിനെ കൊണ്ട് എന്താണ് ദോഷം മാത്രമല്ല ഗുണങ്ങളുമുണ്ട്. ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് പുഴുക്കളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ലഘുക്കുറിപ്പ് തയ്യാറാക്കും. അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ആ 3 പോയിന്റ്സും ആഡ് ചെയ്തിട്ട് തയ്യാറാക്കിയാൽ മതി. ഇനി ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൾ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ട്. അപ്പം എന്താണ് പല പ്രദേശങ്ങളിലും എന്താണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്താണ് ചെറുപ്രാണികളെ ഭക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വർണ്ണച്ചിറകുള്ള പ്രാണികൾ. അപ്പോൾ വർണ്ണച്ചിറകുള്ള പ്രാണികൾ എന്ന് കേട്ടാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ കാരനെ ഓർമ്മ പൂമ്പാറ്റകളെയാണ് അല്ലേ. പ്രാണിക്കുടുംബത്തിലൊരു വിഭാഗമാണ്
ചിത്രശലഭങ്ങൾ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ചിത്രശലഭങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? താഴെ എന്താണ് കുറച്ച് ചിത്രശലഭങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവയുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നീല കളറിലുള്ളതാണ് ബുദ്ധമയൂരി, പിന്നെ അതിനപ്പുറത്തുള്ളത് ഗരുഡശലഭം, പിന്നെ ഈ ഒരു ഓറഞ്ച് കളറിൽ വെള്ളക്കുത്തായിട്ടുള്ളതാണ് വരയൻ കടുവ, പിന്നെ അതിനപ്പുറത്തുള്ളത് കരിയില ശലഭം, പിന്നെ അതിനപ്പുറത്തുള്ളത് വിലാസിനി, പിന്നെ ഈ മഞ്ഞ നിറത്തിലുള്ളതാണ് മഞ്ഞ പാപ്പാത്തി. അപ്പോൾ ഇത്ര എന്താണ് നമ്മുടെ പ്രദേശത്തൊക്കെ കാണുന്ന ചിത്രശലഭങ്ങളാണ്. കൂടുതൽ ശലഭങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. അവയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതൂ. ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരുകൾ നോക്കൂ. നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരിക്കുതപ്പി. അപ്പോൾ ഈ പേരൊക്കെ കേട്ട് നമുക്ക് മനസ്സിലാവും അത് ഉള്ള ആ സസ്യങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനാ പേര് വന്നിട്ടുള്ളതെന്ന്. ഇനി ഈ ശലഭങ്ങൾക്ക് ഈ പേരുകൾ വന്നത് എന്തുകൊണ്ടാവാം ചർച്ച ചെയ്യുക. അപ്പോൾ എന്താണ് ആ സസ്യത്തിൽ ഇത് മുട്ടയിടുന്നതുകൊണ്ടാവും ഇതിന് ഈ പേര് വന്നിട്ടുണ്ടാവുക. ഇനി കൂടുതൽ ഉദാഹരണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. അപ്പോൾ എന്താണ് ഇങ്ങനെ ചിത്രശലഭങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവർക്ക് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും വേണം. അതേപോലെ തന്നെ എന്താണ് അവയുടെ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് ലാർവ. അപ്പോൾ അതിന് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. അപ്പോൾ ഈ 2 തരം സസ്യങ്ങളും ഉള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം. നിങ്ങളുടെ വിദ്യാലയത്തിലും ഒരു ശലഭോദ്യാനം നിർമ്മിക്കൂ. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നിശാശലഭങ്ങളെ കുറിച്ചാണ്. ശലഭങ്ങളെ എപ്പോഴൊക്കെയാണ് കാണുന്നത്? രാത്രികാലങ്ങളിൽ കാണാറുണ്ടോ? എന്താണ് അവയുടെ സവിശേഷതകൾ? അപ്പോൾ എന്താണ് ചില ശലഭങ്ങൾ നമുക്ക് രാത്രിയിൽ കാണാൻ പറ്റും. ഇനി അതിനെക്കുറിച്ചാണ് നോക്കാം. അപ്പോൾ ചിത്രത്തിലുള്ളതാണ് രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണ് ഉള്ളത്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നിശാശലഭം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കാണപ്പെടുന്ന ശലഭമാണ്. സാധാ ചിത്രശലഭത്തിൻ്റെ അത്ര എന്താണ് ഭംഗിയൊന്നും അതിന് വർണ്ണഭംഗി ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ചിത്രശലഭത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്തത് ചെറിയ ജീവികളുടെ ലോകം. അപ്പോൾ നമ്മൾ ഇത്ര നേരം പൂമ്പാറ്റയെ കുറിച്ച് നോക്കി, പുഴുവിനൊക്കെ കുറിച്ച് നോക്കി. ഇനി എന്തൊക്കെ ചെറുജീവികളാണുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് കൂടാതെ നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തെല്ലാം ചെറുജീവികളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? അപ്പോൾ ഏതൊക്കെ അറിയാം? ചിലന്തി, പേൻ, കടന്നൽ, പഴുതാര. ഇനി അവിടെ എന്താണ് കുറേ ചെറുജീവികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത്? അവിടെ തേളുണ്ട്, പിന്നെ കടന്നെല്ലുണ്ട്, പേനുണ്ട്, തുമ്പിയുണ്ട്, ഉറുമ്പുണ്ട്, പിന്നെ എട്ടുകാലിയുണ്ട്, കടന്നെല്ല്, പേന്. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ചെറുജീവിയാണല്ലോ ഉറുമ്പ്. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ചെറുജീവിയാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാ ഉറുമ്പുകളും ഒരേ തോതിൽ ഉറുമ്പെട്ടതാണ്. എല്ലാ ഉറുമ്പും ഒരേപോലെ പലതരത്തിലുള്ള ഉറുമ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്താണ് പൂമ്പാറ്റയെ കുറിച്ച് നോക്കി, പലതരത്തിലുള്ള ഉറുമ്പുകളുണ്ട്. ഏതൊക്കെ ഉറുമ്പല്ല അവിടെ ഏതൊക്കെ ഉറുമ്പ് നിങ്ങൾക്ക് അറിയാൻ ഈ ഉറുമ്പിന്റെ ധർമ്മങ്ങളാണ്. സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ കാണാം. അപ്പോൾ ഉറുമ്പിൻ്റെ എന്താണ് പല ധർമ്മങ്ങളാണ് ഉറുമ്പ് ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മുട്ടയിടുന്നുണ്ട്, ഭക്ഷണം ശേഖരിക്കുന്നുണ്ട്, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക് ചിറകുള്ള ഉറുമ്പുകൾ. അപ്പോൾ ഉറുമ്പിന് ചിറകുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇനി എന്തിനാണ് ഈ ഉറുമ്പുകൾക്ക് ചിറക്? അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചിത്രത്തിൽ നോക്കൂ, ചിറകുള്ള ഉറുമ്പിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഞങ്ങൾക്കും പറക്കാമെന്ന് ഉറുമ്പുകൾ പറയാണ്. നിങ്ങൾ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളക്കുന്നത്? അപ്പോൾ ഈ ഉറുമ്പുകൾക്ക് ചിറക് എപ്പോഴും ഉണ്ടാവില്ല, ഒരു പ്രത്യേക സമയത്ത് മുളക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതെപ്പോഴാണ്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നതിന്. അപ്പോൾ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉറുമ്പുകൾക്ക് ചിറക് മുളക്കുന്നത്. പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറകു മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കാനാണിത്. ഇനി അടുത്ത പറയുന്നത് ഉറുമ്പിനെ നിരീക്ഷിക്കാനാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? അതിൻ്റെ നിറം, വലുപ്പം, ആഹാരം, ആഹാര സമ്പാദന രീതി, സഞ്ചാരം, ഇതൊക്കെ നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിരീക്ഷിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു പതിപ്പ് തയ്യാറാക്കും. സമൂഹമായി ജീവിക്കുന്ന ഒരു ജീവി പറഞ്ഞു ഉറുമ്പ്. ഇനി വേറെ ഏതൊക്കെ ജീവികളുണ്ട്? ചിതലുണ്ട്, തേനീച്ചുണ്ട്, കടന്നെല്ലുണ്ട്, ഉറുമ്പ് തന്നെ ഒന്നുകൂടി അവിടെ എഴുതും. ഓക്കെ, ഇനി വേറെ നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ അവിടെ എഴുതിയാൽ മതി. ഇനി പ്രാണികളുടെ ശരീരം.
പ്രാണികളുടെ ശരീരഭാഗങ്ങളായ സ്പർശനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ നിരീക്ഷിക്കൂ. എന്തെല്ലാം സവിശേഷതകളാണ് ഈ ശരീരഭാഗങ്ങൾക്കുള്ളത്? അപ്പോൾ അവിടെ എന്താ ഒരു പ്രാണിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് എന്ത് പ്രാണിയാണ്? അത് പച്ചപ്പുൽച്ചാടിയാണ്. അപ്പോൾ അതിൻ്റെ കാല്, അതേപോലെ തന്നെ ചിറക്, സ്പർശനി എന്ന് പറഞ്ഞാൽ 2 കൊമ്പ് പോലെ കാണുന്നത്, ഇതാണ് സ്പർശനികൾ. അത് പിന്നെ കണ്ണ്, ഇതൊക്കെ നിരീക്ഷിച്ചിട്ട് അത് എന്തൊക്കെ ധർമ്മം ചെയ്യുന്നു എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണുകളെ കുറിച്ചാണ്. ഇതിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? വലിയ കണ്ണാണുള്ളത്, 2 കണ്ണുണ്ട്. അപ്പോൾ വലിയ 2 കണ്ണുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ചുറ്റുള്ളത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സ്പർശനികൾ, ആ കൊമ്പ് പോലുള്ളതാണ് സ്പർശനികൾ. അതെന്തിനാണ് സഹായിക്കുന്നത്? മണമറിയാനും സ്പർശനം അറിയാനും സഹായിക്കുന്നു. പിന്നെ ചിറകുകൾ, കുറേ ദൂരം പെട്ടെന്ന് സഞ്ചരിക്കാനും പുതിയ വാസസ്ഥലം കണ്ടുപിടിക്കാനും സഹായിക്കുന്നു. പിന്നെ കാല്, കുറച്ചു ദൂരം ചാടിയെത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ അവയവങ്ങളുടെ പ്രത്യേകതകൾ. ഇനി മറ്റു പ്രാണികൾക്കും ഈ സവിശേഷതകളുണ്ടോ? നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്താണ് ഒരു സെമിനാർ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതുവരെ നോക്കിയത് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.